കാര്യങ്ങളെല്ലാം വളരെ അനുകൂലമായൊരു സാഹചര്യമാണ്. തുടക്കം അതിഗംഭീരമായി എന്ന് തന്നെയാണ് പറയുക. ഒരു ചെറിയ കല്ലുകടി വിഷ്ണുപുരം ചന്ദ്രശേഖരൻ്റെ. പക്ഷേ അതിനേക്കാൾ പ്രധാനപ്പെട്ടത് ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയല്ല, ഒട്ടനവധി മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികൾ എന്നുള്ളത് 3 ആയാൽ ഒരാളുടെ കളത്തിൽ ഇറങ്ങാനുണ്ട്. നോക്കിക്കോ, അത് വരും ഉടനെ. എം പിമാരൊക്കെ മത്സരിക്കാനുള്ള ഇപ്പോൾ തന്നെ ശ്രമം തുടങ്ങിയിട്ടുണ്ട്. എത്ര എം പിമാർ അതിനുവേണ്ടി ശ്രമം തുടങ്ങിയെന്നുള്ളതും അടുത്ത ദിവസം നമുക്ക് റിപ്പോർട്ട് ചെയ്യാം. അപ്പോൾ അങ്ങനെ വേറൊരു സൈഡിൽ കൂടി മറു കാര്യങ്ങളും നടക്കുന്നുണ്ട്. CPM-ഉം BJP-യും അവരുടെ തെരഞ്ഞെടുപ്പ് പരാജയം വിലയിരുത്തിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ തിരിച്ചടി വിലയിരുത്തിക്കൊണ്ടിരിക്കുകയാണ്. CPM-ൻ്റെ 21 ചോദ്യങ്ങളടങ്ങിയ ഒരു ചോദ്യാവലി താഴെത്തട്ടിലേക്ക് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ദേശാഭിമാനി ചേർത്തോ, അങ്ങനെ പോലെ ഒരുപാട് ചോദ്യങ്ങളുണ്ട്. നിങ്ങൾ കൃത്യമായി വോട്ടർ പട്ടിക നോക്കിയോ, അങ്ങനെ ഒരുപാട് ചോദ്യങ്ങളുണ്ട്. പക്ഷേ ഒരിടത്ത് പോലും സർക്കാരിൻ്റെ തിരിച്ചടി, സർക്കാരിനെ കുറിച്ച് ജനങ്ങൾ എന്തു പറയുന്നു എന്നൊരു ചോദ്യം അതിനകത്തില്ല. ആകെയുള്ളത് നമ്മുടെ ദൗർബല്യം എന്തെല്ലാം എന്നതാണ്. മുന്നണിയുടെ പ്രവർത്തനം എങ്ങനെയിരിക്കുന്നു, 13ാമത്തെ ചോദ്യവും 21ാമത്തെ ചോദ്യവും. സർക്കാരിന് തിരിച്ചടി ഉണ്ടായോ എന്ന ചോദ്യത്തിൽ നിന്ന് വേണം സത്യത്തിൽ CPM അവരുടെ അടുത്ത തന്ത്രം മെനയാൻ. സർക്കാരിനെതിരെയുള്ള, തദ്ദേശത്തിൽ ഒരു തിരിച്ചടി ഉണ്ടായാൽ സർക്കാരിനെതിരായ വളരെ വലിയ ജനവിരുദ്ധ വികാരം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതിൻ്റെ സൂചനകളാണ്. അവിടെ നിന്ന് പിക്ക് ചെയ്യുകയും താഴെത്തട്ടിലെ ആളുകളോട് ചോദിക്കുകയും ചെയ്യാതെ ഇതെങ്ങനെയാണ് നടക്കുക? ഇപ്പോൾ തിരുവനന്തപുരത്തെ വാർത്ത നമ്മളിപ്പോൾ റിപ്പോർട്ട് ചെയ്തതേ ഉള്ളൂ. തിരുവനന്തപുരത്ത് ജില്ലാ കമ്മിറ്റിയിൽ ഇലക്ഷൻ ചർച്ച നടക്കുമ്പോൾ മുഖ്യമന്ത്രിക്കെതിരെയും സർക്കാരിൻ്റെ ചില നയങ്ങൾക്കെതിരെയും സഖാക്കൾ ആഞ്ഞടിക്കുകയാണ്. പക്ഷേ ഈ 21 ചോദ്യാവലിയിൽ ചോദ്യങ്ങളടങ്ങിയ ചോദ്യാവലിക്ക് വളരെ പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അതിന് ഡോക്യുമെൻറ്റേഷൻ വാല്യൂ ഉണ്ട്. അവിടെ നിന്നാണ് CPM തന്ത്രങ്ങൾ തിരിച്ചു പണിയാൻ പോകുന്നത്.